പെരുങ്കളിയാട്ട കലവറയിലേക്കായുള്ള നെൽകൃഷി വിളവെടുത്തു. ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. മാർച്ച് 5 മുതൽ 12 വരെ നടക്കുന്ന തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകം പെരുങ്കളിയാട്ട കലവറയിലേക്കായി ജൈവകൃഷി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ മുച്ചിലോട്ട് വയലിൽ ഒരുക്കിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ജൈവകൃഷി കൺവീനർ PV സുരേന്ദ്രൻ സ്വാഗതവും ചെയർമാൻ മാമുനി സുരേഷ് അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം പിലിക്കോട് അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ T വനജ കൊയ്ത്തുത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നമുക്കൊരു ലൈഫ് നന്നായിട്ട് പോകണമെങ്കിൽ ഭക്ഷണം നല്ലത് വേണം. നല്ല കൃഷി, നല്ല ഭക്ഷണം, നല്ല അന്തരീക്ഷം, അതോടൊപ്പം സമാധാനമുള്ള ജീവിതം. അപ്പോൾ ഈ ഒരു അന്തരീക്ഷം, നമ്മളിപ്പോൾ അമ്പലത്തിലൊക്കെ പോവുക എന്ന് പറയുന്നത് സമാധാനം പ്രതീക്ഷിച്ച്. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ കുറി എന്തിനാ തൊടുന്നത് എപ്പോഴും, എന്നും അമ്പലത്തിൽ പോയിട്ടാണോ? എൻ്റെ പിറന്നാളിന് പോലും ചിലപ്പോൾ എനിക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പം എൻ്റെ ആൻസർ, അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ വീടും നമ്മുടെ മനസ്സും തന്നെയാണ്. അത് സമാധാനമായി വെക്കാൻ പറ്റുകയാണെങ്കിൽ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കണ്ട ഒരു പ്രത്യേകത. ആ ഒരു സമാധാന അന്തരീക്ഷത്തിൽ നല്ല ഭക്ഷണം, അത് ജൈവകൃഷി എന്ന് പറയുമ്പോൾ ഞാനൊരു ആ രീതിയിൽ കുറേ പ്രസംഗം നടത്തുന്നില്ല. ഈ ഒരു കൂട്ടായ്മ, കാരണം സൗഹൃദവും സ്നേഹവും ഉള്ള കൂട്ടായ്മയാണ് എപ്പോഴും നിലനിൽക്കുക. അപ്പോൾ ജാതിക്കും മതത്തിനും ഒന്നും രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള ഈ ഒരു കൂട്ടായ്മ എന്നും നമ്മുടെ വരും തലമുറയെയും കൂടെ നിർത്തേണ്ടതുണ്ടല്ലോ. നമ്മൾ മാത്രം ജയിച്ചാൽ പോരാ, ആ തലമുറയെ കൂടെ ഒത്തുതീർക്കാൻ പറ്റുമാണ് ഈ ഒരു കൂട്ടായ്മ നിലനിൽക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. കൃഷിയും സംസ്കാരവും ഒന്നിപ്പിക്കുന്ന ജാതി മത ചിന്തകൾക്കതീതമായ ഇത്തരം കൂട്ടായ്മക്ക് ഇതിനായി മുന്നിട്ടിറങ്ങി നേതൃത്വം നൽകിയ P രാഘവൻ, MK അനിൽകുമാർ എന്നിവർ അടക്കമുള്ള അക്ഷീണം പ്രയത്നിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നതായും ഇത് വളർന്നുവരുന്ന പുതുതലമുറയ്ക്ക് പ്രചോദനമാകട്ടെയെന്നും ഡോക്ടർ T വനജ പറഞ്ഞു. പെരുങ്കളിയാട്ടം സംഘാടക സമിതി ഭാരവാഹികൾ, കഴകം ഭരണസമിതി ഭാരവാഹികൾ, വനിതാ കമ്മിറ്റി ഭാരവാഹികൾ, വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികൾ, ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം സ്ഥാനീകർ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വേനലിൻ്റെ കാഠിന്യം മൂലം നെല്ല് കൊയ്യാനും മെതിക്കാനും പാറ്റാനും കൂടിയുള്ള ഏറ്റവും നൂതന മെഷീൻ കമ്പൈൻ ഹാർവെസ്റ്റർ കൊണ്ടാണ് ഭൂരിഭാഗവും കൊയ്യുന്നത്. തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ റെജീന, പഠന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ, വലിയപറമ്പ കൃഷി ഓഫീസർ ശിവകുമാർ എന്നിവരും കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.